നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് നമ്മെ നിരന്തരം ശല്യം ചെയ്യുന്നവർ, നമ്മെ ബുദ്ധിമുട്ടിക്കുന്നവർ, ദി ട്രബിൾ മേക്കേഴ്സ്. അതൊരു പക്ഷേ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാകാം, നമ്മുടെ അയൽക്കാരാകാം, ബന്ധുക്കളാകാം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയ വ്യക്തികളുമാകാം. അവർ നമ്മെ പലപ്പോഴും മോശക്കാരായി ചിത്രീകരിക്കുന്നവരും നമ്മെക്കുറിച്ച് നെഗറ്റീവായി മറ്റുള്ളവരോട് സംസാരിക്കുന്നവരുമാകാം. ഈ വ്യക്തികളുടെ ജീവിത ലക്ഷ്യം തന്നെ നമ്മെ താഴ്ത്തി കെട്ടി ഇല്ലാതാക്കുകയാണെന്ന് ചിലപ്പോഴൊക്കെ അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ തോന്നിപ്പോയേക്കാം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ജോയൽ ഓസ്റ്റീന്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായ സന്ദേശമാണ്. ഇങ്ങനെയുള്ള വ്യക്തികളുമായി ഇടപെടുമ്പോൾ നമ്മുടെ ക്ഷമ നശിച്ച് നമ്മൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതകളേറെയാണ്. ഇതിന് പകരം വീട്ടണം, ഇത് ശരിയല്ല, ഇവരെങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്നിങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായി വരുവാൻ അത് കാരണമാകും. എന്നാൽ മിക്കവാറും സമയം ഇവയെല്ലാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ തടസ്സമായി മാറുന്ന ഡിസ്ട്രാക്ഷൻസ് മാത്രമാണ്. നമ്മെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ, നമുക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളിൽ മുഴുകി നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുവാൻ മാത്രമേ അത് കാരണമാവുകയുള്ളൂ. അവരുടെ മനസ്സ് മാറ്റുന്നത് നമ്മുടെ ലക്ഷ്യമാകരുത്. അവരെല്ലാം നമ്മെ ഇഷ്ടപ്പെടുക എന്നത് നമ്മുടെ ജോലിയല്ല. ചില ആളുകൾ നമ്മൾ എത്ര പരിശ്രമിച്ചാലും അവരോട് എത്ര നന്നായി പെരുമാറിയാലും നമ്മെ ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇങ്ങനെയുള്ള വ്യക്തികളെ നേടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തികളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ അവ നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് അനുവദിക്കാതിരിക്കാം. നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഇവയിൽ നിന്നെല്ലാം സംരക്ഷിക്കുമെന്ന തീരുമാനമെടുക്കണം. അവർ ഇങ്ങനെ പറയാതിരുന്നാൽ, ഇങ്ങനെ ചെയ്യാതിരുന്നാൽ, അല്ലെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ എൻ്റെ ജീവിതം മാറിപ്പോകുമായിരുന്നു, നന്നാവുമായിരുന്നു എന്നെല്ലാം നമ്മൾ ആഗ്രഹിച്ചേക്കാം. എന്നാൽ അത് സാധ്യമല്ല. മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അവരുടെ ഓരോ പ്രവൃത്തികളും വാക്കുകളും നമ്മെ അപ്സെറ്റ് ആക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ റിമോട്ട് കൺട്രോൾ തിരികെ വാങ്ങുമെന്ന്, നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുമെന്ന തീരുമാനം നമുക്കെടുക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു ദിവസത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. നമ്മൾ സന്തോഷമായിരിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മറ്റുള്ളവരെ ആശ്രയിച്ചാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നതെങ്കിൽ നമ്മൾ മിക്കവാറും ദിവസവും സന്തോഷമില്ലാത്ത വ്യക്തികളായി മാറും. എനിക്കെതിരായി എന്ത് സംഭവിച്ചാലും ഞാൻ ഈ ദിവസത്തെ ആസ്വദിക്കാൻ പോവുകയാണെന്ന തീരുമാനം നമുക്കെടുക്കാം. നമ്മൾ നമ്മുടെ കാവൽക്കാരാകാൻ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സന്തോഷം പലപ്പോഴും മറ്റുള്ളവർ മോഷ്ടിച്ചെന്ന് വരാം. നമ്മൾ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ ഒരിക്കലും മാറണമെന്നില്ല. എന്നാൽ നമുക്ക് മാറാൻ സാധിക്കും. നമ്മുടെ പവർ നമുക്ക് തിരിച്ചെടുക്കണം. ജീവിതം ചെറുതാണ്. അതുകൊണ്ട് നമ്മുടെ സന്തോഷം മറ്റുള്ളവരെ ആശ്രയിച്ചാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നതും പറയുന്നതും കേട്ട് ദുഃഖിച്ചിരുന്നാൽ, പ്രതികാരം ചെയ്യാൻ മുതിർന്നാൽ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട ഊർജം പൂർണ്ണമായും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അത് നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമായേക്കാം. അതുകൊണ്ട് അവയെ തള്ളിക്കളയാൻ ശ്രമിക്കാം. വിധി ദൈവത്തിനായി വിട്ടുകൊടുക്കാം. ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള വ്യക്തികളെ ദൈവം തടയണമെന്നില്ല. എന്നാൽ അത് നിങ്ങൾക്കൊരു തടസ്സമാകാതിരിക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് അവയിൽ നിന്നും മാറിപ്പോകാനുള്ള പക്വത നമുക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കാം. എപ്പോൾ പൊരുതണം, എപ്പോൾ പിൻവാങ്ങണമെന്ന അറിവ് നമ്മൾ നേടണം. പ്രശ്നമുണ്ടാക്കുന്ന എല്ലാ വ്യക്തികളെയും നമ്മൾ നേരിടേണ്ടതില്ല. ജസ്റ്റ് മൂവ് ഓൺ. അവർ ചെയ്യുന്നത് ന്യായമല്ലെങ്കിലും നമുക്ക് തിരിച്ചടിക്കാൻ കഴിവുണ്ടായിട്ടും നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ദൈവം തരുന്ന ടെസ്റ്റ് പാസ്സാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടായേ തീരൂ. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ, സഹപ്രവർത്തകൻ നമുക്ക് പ്രൊമോഷൻ തടസ്സപ്പെടുത്തിയപ്പോൾ നമ്മുടെ സ്ട്രെസ്സും ബിപിയും കൂടിയിട്ടുണ്ടാകാം. ഉറക്കം നഷ്ടപ്പെട്ടേക്കാം. പ്രശ്നത്തെ പരിഹരിക്കാനും നമ്മളാണ് ശരിയെന്ന് തെളിയിക്കാനും മറ്റും നമ്മൾ ശ്രമിച്ചിട്ടും ഉണ്ടാകാം. ഇത്രയധികം പ്രഷർ സഹിക്കുന്നതിനേക്കാൾ നല്ലത് അത് ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതാണ്. ദൈവത്തിനറിയാം അവയെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇവയെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കടന്നുകൂടാൻ അനുവദിക്കാതിരിക്കുക എന്നതു മാത്രം. ഓസ്റ്റീൻ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു വ്യക്തി വർഷങ്ങളായി ഒരു കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. വളരെ സത്യസന്ധമായും ചെയ്യേണ്ടതിനേക്കാളും കൂടുതലും അദ്ദേഹം ചെയ്യുമായിരുന്നു. എന്നാൽ ഇയാളുടെ സൂപ്പർവൈസർ
എപ്പോഴും അയാൾക്കെതിരായിരുന്നു. അയാളെ എപ്പോഴും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമായിരുന്നു. മീറ്റിംഗ്സിൽ പോലും ഇയാളെ മോശക്കാരനായി കാണിക്കുമായിരുന്നു. ഇയാളുടെ പ്രൊമോഷൻ പലപ്പോഴും തടസ്സപ്പെടുത്തുമായിരുന്നു. എന്നാൽ ഇയാൾ പരാതികളൊന്നും പറയാൻ നിൽക്കാതെ അവയെല്ലാം ദൈവത്തെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഒരു ദിവസം മറ്റൊരു നാട്ടിലുള്ള കമ്പനിയുടെ ഓണർ അവിടെ വന്നു. സൂപ്പർവൈസർ ഔട്ട് ഓഫ് ടൗൺ ആയതിനാൽ ഈ വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളിലും ഓണറുമായി പ്രവർത്തിച്ചത്. അങ്ങനെ ഒരാഴ്ചയോളം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ആവശ്യമായ റിപ്പോർട്ടുകളെല്ലാം നൽകി വളരെ ആത്മാർത്ഥമായി ഈ വ്യക്തി പ്രവർത്തിച്ചു. ഇതെല്ലാം കണ്ട ഓണർ വളരെ ഇംപ്രസ്ഡ് ആയി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം സ്റ്റാഫിനെ റീസ്ട്രക്ചർ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇയാളെയും സൂപ്പർവൈസറിനെയും ഉൾപ്പെടെ എല്ലാവരെയും അദ്ദേഹം വിളിച്ചു. ഈ വ്യക്തിയെ ആ കമ്പനിയുടെ വൈസ് പ്രസിഡന്റായി നിയമിക്കുകയും തനിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ സൂപ്പർവൈസറിനാകട്ടെ തന്റെ കീഴിലുണ്ടായിരുന്ന ഇയാളെയാണ് റിപ്പോർട്ട് ചെയ്യാൻ ഏൽപ്പിച്ചത്. നമുക്ക് വേണ്ട ന്യായവാദം നടത്താൻ ദൈവത്തിനറിയാം. നമ്മൾ കടന്നുപോയ ഓരോ പ്രയാസങ്ങൾക്കും പ്രതിഫലം നൽകാൻ ദൈവത്തിനറിയാം. തെറ്റിനെ ശരിയാക്കാനും ദൈവത്തിന് സാധിക്കും. നമുക്ക് ഉയരാൻ സമയമാകുമ്പോൾ മറ്റാർക്കും അത് തടയാൻ സാധിക്കുകയില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ നമ്മെ മനസ്സിലാക്കണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കണമെന്നില്ല. സ്വന്തക്കാരിൽ നിന്നും വരുമ്പോൾ അത് കൂടുതൽ വേദനാജനകമാകാം. എന്നാൽ അവ അകത്ത് പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുക. അത് ദൈവത്തിന് കൊടുക്കുക. പ്രശ്നക്കാരെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ എത്ര ഉയരുമെന്നുള്ളത്. ബൈബിളിൽ പറയുന്നു, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ശാന്തത എന്നത് ഒരു വീക്ക്നെസ് അല്ല, കുറവല്ല. മറ്റുള്ളവർക്കെല്ലാം ചവിട്ടി തേക്കാൻ സാധിക്കുന്ന വ്യക്തി എന്നല്ല ശാന്തത കൊണ്ട് അർത്ഥമാക്കുന്നത്. ശാന്തത എന്നത് സ്ട്രെങ്ത് അണ്ടർ കൺട്രോൾ ആണ്. ശക്തിയെ നിയന്ത്രണത്തിൽ കൊണ്ടു നടക്കുന്നതാണ്. നിങ്ങൾക്കതിനുള്ള പവറുണ്ട്. എന്നാൽ അതെപ്പോൾ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്കറിയാം. മിക്കവാറും ഏറ്റവും ബഹളം വയ്ക്കുന്ന വ്യക്തികൾ ഏറ്റവും ഇൻസെക്യൂർ ആയ വ്യക്തികളാണ്. ശാന്തശീലർക്ക് തങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അറിയാം. മറ്റാരെയും നമ്മുടെ സന്തോഷം ഇല്ലാതാക്കാൻ അനുവദിക്കുകയില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനമെടുക്കുമ്പോൾ ആ ഒരു പ്രഷർ, എന്നെ മറ്റുള്ളവർ അംഗീകരിക്കണം, സ്നേഹിക്കണം എന്നിവയെല്ലാം മാറിപ്പോകും. അതുകൊണ്ട് നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങൾ ഇനി വരുന്ന വർഷങ്ങളിലെല്ലാം നമ്മെ താഴോട്ട് വലിക്കാൻ അനുവദിക്കാതെ നമ്മെ തന്നെ അവയിൽ നിന്നെല്ലാം സംരക്ഷിച്ച് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നോക്കി മുന്നേറാൻ നമുക്കൊരു തീരുമാനമെടുക്കാം.